ഹലോ ഫ്രണ്ട്സ്, കുറേ കാലത്തിന് ശേഷം നടക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ നാട്ടിലാണ്, പാലക്കാട് നല്ലേപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ എനിക്കെപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കൂടെ എൻ്റെ 1ാം ക്ലാസ് മുതൽ കൂടെ പഠിച്ചൊരു ചങ്ങാതിയുണ്ട്, ഉണ്ണി. ഹായ് പറ ഉണ്ണി. ഉണ്ണി ഞാനുമാണ് ഇവിടുത്തെ കൂട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കാൻ ഇറങ്ങിയിട്ടോ. ഞങ്ങൾ ഇന്ന് വരെ യാത്ര ചെയ്യാത്തൊരു വഴി കൂടെയാണ് ഇങ്ങനെ പോണത്. കാണിച്ചു തരാം കേട്ടോ, അതിൻ്റെ ബ്യൂട്ടി കാണിച്ചു തരാം. നിങ്ങൾ കാണണം പാലക്കാടിൻ്റെ, എൻ്റെ നാടിൻ്റെ ഭംഗി. നോക്ക് എന്ത് രസമാണ്. ചുറ്റും പച്ചപ്പും വിജനമായി കിടക്കുന്ന റോഡും നല്ല ആംബിയൻസ് അല്ലേ. ഒരു ചെറിയ തണുപ്പും ഒക്കെ ആയിട്ട്. ഉണ്ണി നടന്ന് ക്ഷീണിച്ചെന്ന് തോന്നുന്നു. ഞങ്ങൾ നടന്ന് ഇവിടെ തേനാരി എന്ന് പറയുന്ന ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ളൊരു അമ്പലമുണ്ട്. അവിടെ എത്താം. ഇഷ്ടപ്പെട്ടോ എൻ്റെ നാട്? കണ്ടോ? അങ്ങനെ നടന്നു വരുന്നതിനിടയ്ക്ക് ഈ സ്ഥലത്തെത്തിയപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരെന്തറിയോ? കമ്മട്ടിപ്പാടം എന്നാണ്. കണ്ടോക്കി, തിരിഞ്ഞോട് ശീലമില്ലാത്തവരോട് യുദ്ധം ചെയ്യാൻ നിൽക്കരുത്, ജയിക്കാനാവില്ല. പൊടിയല്ലേ? ഈ മുള്ളുവേലിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതൊരു പാലക്കാടിൻ്റെ പ്രത്യേകതയാണ്. ഇതൊക്കെ മുള്ളുവേലി നമ്മുടെ മുളയുടെ കൊമ്പുകൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഉണങ്ങിയ ചില്ലകൾ വെട്ടി ഉണ്ടാക്കുന്നതാണ്. ഇതാണ് പാലക്കാടിൻ്റെ നാടൻ വേഷം. ഇതാണ് വൈക്കോൽ, നെല്ലിൻ്റെ ഉണക്കിയ രൂപം. അതൊന്നും ഇന്ന് കാണാൻ വഴിയില്ല. എന്താ ഇത്ര മനോഹരമായിട്ടുള്ള വിഷ്വൽസാണ്. ഓക്കെ, ഈ ചെടിയൊക്കെ നിങ്ങൾ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. ഓർമ്മയുണ്ടോ സിനിമ ഏതാണെന്ന്? ഒരു ക്ലൂ തരാം. മമ്മൂട്ടിയുടെ സിനിമയാണ്. മമ്മൂട്ടി, ശോഭന. നല്ലൊരു പാട്ടുണ്ട് ഈ ചെടികൾക്കിടയിലൂടെ. ഹലോ, എന്തിനാ നിൻ്റെ ഒരു കാല് കെട്ടിയിട്ടിരിക്കണോ? ഓടാതിരിക്കാൻ വേണ്ടിയിട്ടാണോ? ഓടാതിരിക്കാൻ വേണ്ടിയാണോ? നടക്കുമ്പോൾ ഒരു ഗുണം എന്താ അറിയോ? ഉണ്ണിയും അത്യാവശ്യം നല്ല രീതിയിൽ പാടും, ഞാനും പാടും. അപ്പോൾ ഞങ്ങൾക്ക് ഈ പാടവും വരമ്പും എല്ലാം കൂടെ കണ്ടപ്പോൾ ഒരു പഴയ പാട്ട് ഓർമ്മ വന്നു. ഉണ്ണി പാടിക്കോ. പാടം പൂത്തകാലം പാടാൻ വന്നു നീയും, പൊന്നാറ്റിനപ്പുറത്ത് നിന്നും കിന്നാരം ചൊല്ലി നീ വന്നു. പാടം പൂത്തകാലം പാടാൻ വന്നു നീയും. യെസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ വീട് പാലക്കാടാണെന്ന്. പാലക്കാട് നിന്ന് ഒരു 22ഓളം കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ, അല്ലേ ഉണ്ണി? 22 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നല്ലേപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ചിറ്റൂരിനും കൊഴിഞ്ഞാമ്പാറയ്ക്കും ഇടയിലാണ് നല്ലേപ്പള്ളി. നല്ലേപ്പള്ളിയിലാണ് എൻ്റെ കുട്ടിക്കാലം. ഞാൻ ജനിച്ച് വളർന്നത് ഒക്കെ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെയുണ്ട്. എന്താ രസം. അപ്പോൾ അതാണ് എൻ്റെ നാട്. കുറേ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നാടിനെ കുറിച്ച് കാണിക്കാം. ഞങ്ങളുടെ കൂട്ടുകാർ, ഞങ്ങളുടെ അമ്പലം, ഞങ്ങളുടെ സ്കൂള്, എൽ പി സ്കൂളിലാണ് ഞാൻ നല്ലേപ്പള്ളി പഠിച്ചിട്ടുള്ളത്. UPയും ഹൈസ്കൂളൊക്കെ ചിറ്റൂരായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട്
പിന്നീട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നടക്കട്ടെ. ആടാ കുറേ ദിവസമായി തടി കൂടുന്നു. ഓക്കെ, ടാറ്റാ.